എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഷാജി തന്നെയാണ്. അപ്പോൾ ഷാജിയുടെ ഒരു ലൈവ് ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലൈവിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്താണ് നമ്മൾ ഇവിടെ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ അവർ പറഞ്ഞ പല കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. സംഭവം വേറൊന്നുമില്ല, നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ മക്കളെ വളർത്തുന്ന ഒരു രീതി, തൊട്ട് കഴിഞ്ഞാൽ തിരിച്ച് തല്ലും എന്നുള്ള രീതിയിലൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തുന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഇറക്കിയതിൻ്റെ പേരിലാണ് ഇവർക്ക് എതിരെ കേസ് കൊടുക്കാൻ പോലും പലരും തയ്യാറായിട്ട് മുന്നോട്ട് വന്നത്. രമാ മേഡത്തിൻ്റെയൊക്കെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇപ്പോൾ പറയുന്ന ഒരു വീഡിയോ എന്ന് വെച്ചാൽ അവർ ഇപ്പോൾ അവിടെ വീട്ടിലില്ല എന്നാണ് പറയുന്നത്. അവരുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. അവർ എന്തോ ആവശ്യത്തിനായിട്ട് എന്തോ ഷൂട്ടുമായിട്ട് സംബന്ധിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. പിറ്റേന്ന് പോവും എന്നൊക്കെയാണ് പറയുന്നത്. സംഭവം ഇവർ അവിടെ പോകുന്ന സമയത്ത് കുട്ടികൾ പഠിക്കാൻ പോകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ വീഡിയോകളിലൊക്കെ കാണാറുണ്ട്, കുട്ടികളെയും കൊണ്ടാണ് എല്ലാ സ്ഥലങ്ങളിലും പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സ്കൂള് തുറന്നിട്ടുണ്ട്, പഠിത്തമൊക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോവാൻ സാധിക്കാത്തത് കൊണ്ട് ഈ 5 ചെറിയ മക്കളെയും വീട്ടിൽ ഒറ്റയ്ക്കിട്ടിട്ടാണ് പുള്ളിക്കാരത്തി പോയിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ആ കുഞ്ഞുങ്ങളുടെ അടുത്ത് നിൽക്കാനായിട്ട് ആരുമില്ല എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. ശരിക്കും അത് ഭയങ്കര ഗമയിലാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അതായത് ഷാരിക്ക് മോൻ, ഏറ്റവും മൂത്ത മോൻ ഈ ഇളയ 4 കുട്ടികളെയും നന്നായിട്ട് നോക്കും, അതുകൊണ്ട് ഇവർക്ക് യാതൊരുവിധ ടെൻഷനുമില്ല എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, ഈ കുട്ടികൾക്ക് ചോറ് ഉണ്ടാക്കാനറിയാം, കഞ്ഞി ഉണ്ടാക്കാനറിയാം, ഉപ്പേരി വെക്കാനറിയാം, മുട്ട പൊരിക്കാനറിയാം എന്ന് വേണ്ട, ചോറും കറിയും കഞ്ഞിയും എല്ലാം ഉണ്ടാക്കാനറിയാം. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളെ കാര്യത്തിൽ അവർക്കൊരു ടെൻഷനും ഇല്ല. 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ കുട്ടികളുടെ ഉപ്പ ഉണ്ടായിരുന്ന സമയത്തെ ഇവർ ജോലിക്ക് അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഈ കുട്ടികൾ തന്നെ തനിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുട്ടികളെ, മൂത്ത കുട്ടി ഇളയ കുട്ടികളെ കെയർ ചെയ്ത് ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെയാണ് ഷാജിദ പറയുന്നത്. അതുപോലെ ഷാജിദ പറയുന്നുണ്ട്, ഇപ്പോൾ ഷാജിദയും അയൽക്കാരും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിലും ഈ കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യത്തിൽ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അവർ ആ കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്ത് പ്രശ്നം ഉണ്ടായാലും അപ്പം തന്നെ ഉമ്മയെ വിളിച്ച് അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അയൽപ്പക്കത്തുള്ള ചെറുപ്പക്കാരെയും ഫോണിൽ വിളിക്കണം, ഫോൺ നമ്പറൊക്കെ കുട്ടികളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ പറയുന്ന വീഡിയോ ക്ലിപ്പ് ഇതിനകത്ത് ഞാൻ വെച്ചിട്ടില്ല. എല്ലാം കൂടി വരുമ്പോഴത്തേക്ക് ഒരുപാട് ലെന്ത് ആവണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതിനകത്ത് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ, അയൽപ്പക്കക്കാരുമായിട്ടൊക്കെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും ഇടപെടും. അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷനില്ല. എന്ത് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഉമ്മയെ വിളിക്കണം എന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞ് മക്കളെ ഏൽപ്പിച്ചിട്ട് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഭയങ്കര സന്തോഷത്തോടു കൂടി പുള്ളിക്കാരത്തി പറയുകയാണ്. നമ്മൾ ആദ്യം ഓർക്കേണ്ടത്, മൂത്ത കുട്ടിക്ക് 15 or 16 വയസ്സ് മാത്രമാണ് ഉള്ളത്, ആൺകുട്ടിയാണ്. അതിൻ്റെ ഇളയ കുട്ടികളും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഇളയത് വെച്ചിട്ട് 5 കുട്ടികൾ. അതിൽ ഏറ്റവും ഇളയ കുട്ടി എന്ന് പറഞ്ഞാൽ അത് 1ാം ക്ലാസ്സിലോ മറ്റോ ഇപ്പോൾ ആവുന്നതേ ഉള്ളൂ. അതിൻ്റെ താഴത്തെ കുട്ടി എന്ന് പറഞ്ഞാൽ 2ലോ അത്രയൊക്കെ പ്രായമുള്ള തീരെ ചെറിയ കുട്ടികളാണ്. അപ്പോൾ ഈ ഉമ്മയെ പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ, ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊക്കെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വീട്ടിൽ തിരിച്ചു വരുന്നത് ഒരു വെപ്രാളമാണ്. നമ്മുടെ വീട്ടിൽ ആരുണ്ടെങ്കിലും, എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരാൻ താമസിക്കുമ്പോഴത്തേക്ക് കുട്ടികൾ തമ്മിൽ തല്ലുകൂടോ, വലിയ കുട്ടികളാണ് എന്നാൽ പോലും നമുക്ക് ഒരു വെപ്രാളമാണ്, നമുക്കൊരു ടെൻഷനാണ്. ഞാൻ പിള്ളേരുടെ അടുത്ത് ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് പറയും, മക്കളെ ഗ്യാസൊന്നും കത്തിക്കല്ലേ എന്ന് പറയും, ഇത്രയും മുതുക്ക് പിള്ളേരായിട്ട് പോലും. പക്ഷേ ഷാജി എത്ര കൂളായിട്ടാണ് ഇത്രയും ചെറിയ കുട്ടികളുടെ മുമ്പിൽ ചോറും കറിയൊക്കെ വെക്കാനായിട്ട് ഏൽപ്പിച്ചിട്ട് പോകുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. കാര്യം തിളച്ച വെള്ളം വീഴാം, ഗ്യാസ് ഉപയോഗിക്കുമ്പോഴൊക്കെ കുട്ടികൾ, അത്രയും പൊടി മക്കൾ വരെ ഉണ്ട് കൂട്ടത്തിൽ. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു, ഈ സ്ത്രീക്ക് എങ്ങനെ ഇതിനൊക്കെ സാധിക്കുന്നു, ഇത്രയും ധൈര്യമൊക്കെ ഇവർക്ക് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. ശരിക്കും ഒരുപക്ഷെ അവരുടെ ലൈഫിൽ മറ്റാരും അവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങാനില്ലാത്തത് കൊണ്ടായിരിക്കാം ഇവരിങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ആ ചെറിയ കുട്ടികളെ മൂത്ത കുട്ടികൾ നോക്കുമായിരിക്കും, ഇളയ കുട്ടികളെ മൂത്ത കുട്ടികൾ നോക്കുമായിരിക്കും. പക്ഷെ എന്നാലും പകല് മുഴുവനും ആണെങ്കിൽ കേൾക്കാൻ കൊള്ളാം. ഒരു രാത്രി മൊത്തത്തിൽ ഈ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുമ്പോൾ
അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇത്ര അങ്ങോട്ട് ദഹിക്കുന്നില്ല ആ ഒരു കാര്യം. പകലാണെങ്കിൽ ഓക്കെ, മൂത്ത കുട്ടി ഇളയ കുട്ടികളെ എല്ലാവരും നോക്കും, ആൺകുട്ടികളാണ്, അവർ കളിച്ചും പിടിച്ചും ഒക്കെ അങ്ങനെ ഇരിക്കും. അവർക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ അവർ സ്വയം ഉണ്ടാക്കി കഴിച്ചോളും, അതൊക്കെ ഓക്കെയാണ്. ആ കാര്യങ്ങളൊക്കെ അംഗീകരിക്കാൻ പറ്റും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും രാത്രി മുഴുവനും ഒറ്റയ്ക്ക് ഈ കുട്ടികൾ കിടന്ന് ഒരു വീട്ടിനകത്ത് കതവും പൂട്ടി ഒറ്റയ്ക്ക് ഈ കുഞ്ഞുങ്ങൾ കിടന്ന് ഉറങ്ങണമെന്ന് വെച്ചാൽ അത് ഒരു കഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഏതൊരു സംഭവവും വരാത്ത കാര്യവും നമ്മൾ വരാമെന്ന് കാണണം, അങ്ങനെ ചിന്തിക്കണം. ഒരു സാധാരണ വീടാണ് ഷാജിയുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെയൊക്കെ വീട് പോലെ തന്നെ ഒരു സാധാരണപ്പെട്ട വീടാണ്. ഒരു ഇഴജന്തു ഇഴഞ്ഞു കയറിയാൽ പോലും ഈ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ പേടിക്കും. എന്ത് ചെയ്യണമെന്ന് പോലും ഈ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. രാത്രിയിൽ ലൈറ്റും വെട്ടവും ഒക്കെ, കറണ്ടൊക്കെ പോയി, ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കറണ്ടൊക്കെ പറയുന്നതിനെ വെച്ച് പോകുന്ന ഒരു സാഹചര്യമാണ്, കാറ്റും മഴയും ഒക്കെ ആയിട്ട്. കറണ്ടൊക്കെ പോയാൽ പോലും അഥവാ പോയിട്ട് കറണ്ടൊക്കെ വന്നില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ പേടിക്കും. അത് കണക്ക് തന്നെ അറ്റാച്ച് ബാത്റൂമൊന്നും ഉള്ള വീടല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനു മുമ്പ് പല വീഡിയോകളും കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളതും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ കുട്ടികൾക്ക് രാത്രിയിൽ പുറത്തേക്കൊക്കെ ഇറങ്ങേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ കറണ്ടൊന്നും ഇല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു ഞാൻ ഓർത്തു പോവുകയാണ് എന്ത് ചെയ്യുന്നുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഷാജിദ കാണിക്കുന്നത് ശരിയല്ല. എവിടെ പോയാലും നമുക്ക് എവിടെ വേണേലും പോവാം, പോകുന്നിടത്തെല്ലാം കുഞ്ഞുങ്ങളെ വാലിയെ കെട്ടിത്തൂക്കി ഇട്ടുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം 5 കുട്ടികളുണ്ട്, ഈ 5 പേരെയും കൊണ്ട്. പക്ഷേ ആ സ്ത്രീ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എവിടെ പോകുന്നിടത്ത് ഈ 5 കുട്ടികളെയും കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ പഠിത്തത്തിൻ്റെയൊക്കെ സംഭവമൊക്കെ വന്നപ്പോഴത്തേക്കാണ് അവർ കൊണ്ടുപോകാതെ പോകുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഇവർക്കൊരു ഇൻ്റർവ്യൂവും സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട്, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇവർ പോയിരിക്കുന്നത്. പക്ഷേ എന്ത് കാരണങ്ങൾ പറഞ്ഞാലും എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഈ കുട്ടികളെ രാത്രിയിൽ ഒറ്റയ്ക്കിട്ടിട്ട് പോകുന്നത് ഒട്ടും നല്ല കാര്യമില്ല. കാരണം കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. ഇപ്പോൾ ഈ ഒരു കുഞ്ഞു പ്രായത്തിലുള്ള കുട്ടികൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ പെട്ടെന്ന് ഉണ്ടാവാം. പിന്നെ നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന്. അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് ഒരുപാട് സമയമൊന്നും വേണ്ട. എന്തെങ്കിലും പെട്ടെന്നൊരു അസുഖം ഉണ്ടാവുമോ, പെട്ടെന്നൊരു പനിയോ വിറയിലോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ മൂത്ത കുട്ടി എത്ര ഇതാണെന്ന് പറഞ്ഞാലും ഉമ്മച്ചിയെ ഫോൺ വിളിച്ച് അപ്പം തന്നെ ഉമ്മച്ചി എടുക്കുമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഫോണൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് കോള് കിട്ടത്തൊന്നുമില്ല. അത് ഒന്നാമത് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ റേഞ്ചൊന്നും എപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ ആ കുട്ടികളിൽ ഈ ഒരു ഉമ്മ എന്താണ് ഇത്രയും ഒരു അലക്ഷ്യമായിട്ട് കാണിക്കുന്നതെന്ന് ചില സമയത്തെങ്കിലും നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ ഇവർ കുഞ്ഞുങ്ങളെ നോക്കുന്നില്ല എന്ന് പറയുന്നില്ല. നമ്മളൊക്കെ നമ്മുടെ മക്കളെ നോക്കുന്നതിനേക്കാളും അടിപൊളിയായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. പാർക്കുകളിലും ബീച്ചുകളിലും എല്ലായിടത്തും കൊണ്ട് കറങ്ങാൻ പോകുന്നുണ്ട്, ഫുഡ് കൊടുക്കുന്നുണ്ട്, ഫാസ്റ്റ് ഫുഡ് ഇഷ്ടംപോലെ മേടിച്ച് പിള്ളേർക്ക് തിന്നാൻ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കൊടുക്കുന്നതിനോട് എനിക്ക് ഭയങ്കര യോജിപ്പൊന്നുമില്ല. കാരണം സ്ഥിരം ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒന്നത് ഹോട്ടലിലെയൊക്കെ ഭക്ഷണമാണ് അവർ എത്രത്തോളം ഹെൽത്തി ആണെന്നൊന്നും ഇപ്പോഴത്തെ ആഹാരമാണ്. അവർ രുചി കൂട്ടാനൊക്കെയുള്ള പലതരത്തിലുള്ള കെമിക്കലുകളും പൗഡറുകളും ഒക്കെ ഉപയോഗിക്കും. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, കുട്ടികൾക്കൊക്കെ അത് അവർ എൻജോയ് ചെയ്യുന്നുണ്ട് കുട്ടികൾ. അതൊക്കെ ശരിയാണ്. എന്തൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞാലും ഷാജി മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു 50 ശരികൾ ചെയ്യുമ്പോൾ അതിൽ ഒരു 10 തെറ്റ് മതി ഷാജി മൊത്തത്തിൽ നെഗറ്റീവ് ആവാൻ വേണ്ടിയിട്ട്. അത് ആരുടെ കാര്യമായാലും ശരിയാണ്. പക്ഷേ ഈ കുട്ടികളെ രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്കിട്ടിട്ട് പോകുന്നത് ഒട്ടും ശരിയല്ലെന്ന് തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. അപ്പോൾ ഇതേ പറ്റിയിട്ട് ഷാജി തന്നെ പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ്, കുഞ്ഞൊരു പീസാണ്, ഒരുപാട് വലിയ പീസൊന്നും ഇതിനകത്ത് വെച്ചിട്ടില്ല, ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ്. അത് നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ താത്താന്റെ വീട്ടിലാണ്, മണ്ണാർക്കാടുണ്ട്, മക്കൾ വീട്ടിലുണ്ട്, ഷിബുട്ടിയുണ്ട്, എല്ലാവരും ഉണ്ട്. നാളെ മറ്റന്നൊക്കെ സ്കൂൾ ലീവാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാവരും ചോദിച്ചു മക്കളുടെ അടുത്ത് ആരാ മക്കൾ. എനിക്കും മക്കൾക്കും ആരുമില്ല. എൻ്റെ മക്കളും മക്കൾക്ക് ഞാനും മാത്രമേ ഉള്ളൂ. അവരുടെ ഉപ്പിയും ഞാനാണ്, ഉമ്മയും ഞാനാണ്. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ എൻ്റെ മോനെ ഷിബുട്ടിനെ ഞാൻ അത്രയും പെർഫെക്റ്റ് ആയിട്ട് വളർത്തിയതുകൊണ്ട് തന്നെ എൻ്റെ മോന് നോക്കിക്കോളും. അതെനിക്ക് വിശ്വാസമാണ്. എൻ്റെ മോൻ എൻ്റെ കുട്ടികളെ നോക്കുന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ വിട്ടിട്ട് വരികയാണ്. ഓൻ ചെറുപ്പം മുതലേ എൻ്റെ കുട്ടികളെ നോക്കാൻ ഞാൻ എൻ്റെ ഇക്കാന്റെ കൂടെ കടയിൽ പോയി നിൽക്കുമ്പോൾ തന്നെ ഓൻ നോക്കലുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല, എവിടെ പോയാലും എനിക്ക് സമാധാനത്തിൽ നിൽക്കാം. അതുപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവന്റെ ഉപ്പുള്ള കാലത്തെ അവർക്ക് വെക്കാൻ അറിയാം. ഞങ്ങളില്ലെങ്കിലും കടയിലാണെങ്കിലും അവർ കഞ്ഞി വെക്കും, ചോറ് വെക്കും, കറി വെക്കും, രസം വെക്കും, ഉപ്പേരി ഉണ്ടാക്കും, മുട്ട പൊരിക്കും, അങ്ങനെ എല്ലാ സംഭവം എൻ്റെ മക്കൾ ചെയ്യും. എനിക്ക് പേടിയില്ല, എവിടെ പോയാലും എനിക്ക് പേടിയില്ല. പിന്നെ
ഷാജിദ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊക്കെ കേട്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്തേക്കാം. പക്ഷേ എനിക്കിതേക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കലും ഈ ഉമ്മ എല്ലായിടവും കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നെങ്കിലും പക്ഷേ ഈ രാത്രി കാലങ്ങളിൽ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കാക്കി ഇടുന്ന ഈ ഒരു നിലപാടിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ചെറിയ മക്കളെ കൊണ്ട് ചോറും കറിയൊക്കെ വെപ്പിക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ അമ്മമാരൊക്കെ അങ്ങനെ ചെയ്യിക്കാറുണ്ട്. ചെറിയ മക്കളെ കൊണ്ടൊക്കെ അവർ 10 വയസ്സായാൽ പോലും അരി വാർത്തിടും അന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും എത്രത്തോളം എനിക്കത് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം തിളച്ച വെള്ളമൊക്കെ ഇപ്പോൾ ഇത്രയും പ്രായമുള്ള എൻ്റെ മകളെ കൊണ്ട് പോലും ഞാൻ അരി വാർത്തിടിപ്പിക്കത്തില്ല. എല്ലാവരും അങ്ങനെ ആവണം എന്നല്ല പറയുന്നത്, അത് ഒരു നല്ല ക്രെഡിറ്റ് ആയിട്ടും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ എനിക്ക് പേടിയാണ്, അരിയൊക്കെ വാർത്തിടുമ്പോൾ തിളച്ച വെള്ളം വീഴും അങ്ങനെയൊക്കെയുള്ള. പക്ഷേ എന്തായാലും ഷാജിയുടെ ഈ ഒരു പ്രവൃത്തിയോട് രാത്രി കാലങ്ങളിൽ വീട്ടിൽ വരാതെ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കാക്കി പോകുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ പറ്റുന്നില്ല. ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി ഇടുക. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.